അതിന് നമുക്ക് ഒരു പി ആർമാരെ പേടിച്ച് അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. മുഖത്ത് നോക്കി പറയുന്ന കാര്യങ്ങളും പിന്നിൽ നിന്ന് കുത്തണ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, മറുപടി കൊടുക്കും. എല്ലാവരും ഒന്നാകെ ഇങ്ങനെ ഒരാൾക്കെതിരായിട്ട് വരാനായിട്ടുള്ള ആർക്കെതിരെ? അനുവിനെതിരെ. എന്തായിരിക്കും? പറയാതെയും പറഞ്ഞും പറയാതെയും നമുക്കെതിരെ ഒരുപാടധികം കളികൾ കളിച്ചില്ലേ. അപ്പൊ പിന്നെ പറഞ്ഞാൽ എന്താ കുഴപ്പം? കൊണ്ട് ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റുമോ? ശരിക്കും മേ ബി ആയിരിക്കാം, ഒരു പരിധി വരെ. എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് അക്ബർ. ഗെയിമർ എന്നതിനപ്പുറത്തേക്ക് എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. അവർ എൻ്റെ രണ്ട് മക്കളെ പോലെയാണ് കാണുന്നത്. എനിക്കെന്നല്ല, വീട്ടിൽ എല്ലാവർക്കും നിവിനോട് പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലുണ്ട്. ഞാനിനി മസ്താനീനോട് മിണ്ടത്തില്ല, ഞാൻ അവൾ എൻ്റെ മുന്നേ വന്ന് നിൽക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മസ്താനി ഞാനൊരു വിഷയം ഉണ്ടാവാൻ കാരണം തന്നെ മസ്താനി എൻ്റെ ഫാമിലി പറഞ്ഞിട്ടാണ്. റീ എൻട്രി കയറിയപ്പോൾ മനസ്സുകൊണ്ട് എല്ലാവരും പറഞ്ഞു, എൻ്റെ രേഷ്മയും വേറെ ആരുടെ മിണ്ടിയാലും മസ്താനി എടുത്ത് ചേട്ടൻ മിണ്ടരുത്. ക്ഷമ പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ കരഞ്ഞ് എനിക്കത് കണ്ടു നിൽക്കാനുള്ള മനസ്സില്ലാത്ത ഒരുത്തനാണ്. അവർക്ക് എന്നോട് ഇഷ്ടവും സ്നേഹവും ആത്മാർത്ഥതയോ ഇത് തിരിച്ചു കാണൂല കേട്ടോ. തിരിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നെക്കുറിച്ച് വലിയൊരു ആരോപണം അവിടെ ആദ്യം ഉന്നയിച്ചത് അനുമോളാണ്. ഈ കാരണം അല്ലേടാ പെങ്കൊച്ച് എവിക്റ്റ് ആയി പോയെന്നൊരു വാക്ക് പറഞ്ഞു. ഒരുപാട് വിഷമങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കാന്ന് വെച്ചാൽ അനുവിനുള്ള പേടിച്ചിട്ടോ അല്ലെങ്കിൽ അനുവിനെ PR അതിലേക്ക് പേടിച്ചിട്ടോ അല്ല. ശൈത്യക്കെതിരെ കുറെ നെഗറ്റീവ്സ് വരുന്നു, കുറെ ആരോപണങ്ങൾ വരുമ്പോഴും ശൈത്യ ഒരേ സമയത്ത് അനുവായിട്ട് മിണ്ടുകയും ചെയ്യുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സീസൺ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് അനീഷിനായിരുന്നു ആ കപ്പ് കിട്ടേണ്ടത്. ഞാൻ ഒരു നേരം ആഗ്രഹിച്ചു. സോ അനുമോൾക്ക് കപ്പ് കിട്ടിയതിലും എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അപ്പാനി ശരത് അഗൈൻ. ഹായ്. വീണ്ടും നമ്മളോ? വീണ്ടും നമ്മൾ. എന്താണ് ചേട്ടാ? എന്തോ പറയേ. കണ്ടില്ലേ, ബിഗ് ബോസ് അവസാനിച്ചു, കഴിഞ്ഞു. അത് ഒരു സെക്കൻഡ് റീ എൻട്രി ഒക്കെ ഗംഭീരമായിരുന്നു. രണ്ടാമത്തെ സന്തോഷമായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ 7ന്റെ പണി എന്ന് പറഞ്ഞാലേ ഓടുന്നത് അതൊന്നുമില്ല, ഇന്ന് കഴിഞ്ഞല്ലോ. അത് 7ന്റെ പണി അവസാനിച്ചു. ഇപ്പോൾ മനസ്സ് ഫുള്ള് ക്ലിയർ ആയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? യെസ്. എല്ലാവരോടും എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. അതെ. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു റീ എൻട്രി? അല്ല, റീ എൻട്രിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ റീ എൻട്രി കയറാൻ ആഗ്രഹിച്ചതും കൊതിയായതും എനിക്ക് അക്ബറിനെ ഒന്നുകൂടി കാണണം. അവിടെ വെച്ചിട്ട് അക്ബറിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. തിരിച്ചു കയറിയപ്പോൾ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പറ്റി. അവൻ്റെ കൂടെ കുറച്ച് നാൾ എനിക്ക് ആ വീടിനുള്ളിൽ വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാവരെയും കാണാൻ സാധിച്ചു. പിന്നെ പ്രത്യേകിച്ച് അറിയാമല്ലോ, നമുക്ക് കുറച്ച് നാൾ നിന്ന ശേഷം തിരിച്ച് വീണ്ടും ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ എന്താ, കണ്ടതല്ലേ നിങ്ങൾ, എപ്പിസോഡ് കണ്ടതല്ലേ? എല്ലാം വളരെ സന്തോഷമായിട്ട് തന്നെയാണ് അവസാനിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 6 സീസൺസ് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും 7ാമത്തെ സീസൺ, ഇങ്ങനൊരു സീസൺ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഇങ്ങനൊരു സീസൺ കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ല, ഇതെന്താ സംഭവിച്ചാൽ 7ാമത്തെ സീസണിലൊരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയില്ല. പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയും. അത് ഇനി എന്ത് സംഭവിച്ചാലും, അവരുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്ന കണ്ടസ്റ്റൻസുകളായിരുന്നു ഇത്തവണത്തെ എല്ലാ കണ്ടസ്റ്റൻസും. എനിക്ക് റീ എൻട്രിയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ബിൻസി ആണെങ്കിലും ശൈത്യ ആണെങ്കിലും ചേട്ടനാണെങ്കിലും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും, ഈവൻ നമ്മുടെ സരിക ചേച്ചി കലാഭവൻ സരിക ചേച്ചി ആണെങ്കിൽ പോലും നിങ്ങളെല്ലാവരും വരാനുള്ളത് വരട്ടെ, പറഞ്ഞു തീർക്കുക, പറയാനുള്ളത് ഇവിടെ തീർത്തിട്ട് പോവാന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഇപ്പം 100 ദിവസം നിന്നവരാണെങ്കിലും കപ്പ് നേടിയവരാണെങ്കിലും എല്ലാവരും തന്നെ അതിൽ ഒരേപോലെ കണ്ടസ്റ്റൻസുകളാണ്. അപ്പം ഓരോ ആൾക്കാരും അറിഞ്ഞും അറിയാതെയും പറയുന്ന വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് മറ്റ് കണ്ടസ്റ്റൻസുകൾക്കുണ്ടായ ദുരനുഭവങ്ങളാണ് അന്ന് അവിടെ പ്രതികരണമായിട്ട് വന്നത്. അപ്പം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുകയും ചെയ്യും. അതിന് നമുക്ക് ഒരു PR മാരെയും പേടിച്ച് അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല.
അതെ. അതുകൊണ്ട് നമ്മൾ അത് പ്രതികരിക്കും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കിത് പറയുമ്പോൾ അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ സൈബർ ആക്രമണങ്ങൾ അതിഭീകരമായിട്ടുണ്ടാകും എന്നും മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ രണ്ടാമത് കാര്യങ്ങൾ ചോദ്യം ചെയ്തത്. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ റീ എൻട്രിക്ക് മുൻപും ശേഷവും പലർക്കും ചില ആളുകൾക്ക് ഭയങ്കര നെഗറ്റീവായിട്ടിരുന്നവർക്ക് റീ എൻട്രിക്ക് ശേഷം നല്ല പോസിറ്റീവായി, ചില ആളുകൾക്ക് നെഗറ്റീവ് 2.0 പോലെയായി, വീണ്ടും ഒരുപാട് നെഗറ്റീവായി. ശരിക്കും അപ്പാനിച്ചേട്ടൻ എങ്ങനെയായിരുന്നു റീ എൻട്രി കഴിഞ്ഞിട്ട്? എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് കൂടിയെന്ന് എനിക്ക് പറയാം. എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. പോസിറ്റീവാണോ നെഗറ്റീവാണോ ഞാനത് നോക്കിയിട്ടില്ല, അതാണ് സത്യം. എനിക്ക് പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് എൻ്റെ കരിയറിൽ മറ്റേ മുമ്പ് പോയതിനെക്കാട്ടി ഫാൻസ് കൂടിയോ ഫോളോവേഴ്സ് കൂടിയോ അങ്ങനെയൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആരാധകരെ കൂട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ ഇവിടെ ഒന്നും ചെയ്യാതെ എനിക്ക് പോയത്. ഞാൻ ജെന്യുവിനായിട്ട് തന്നെയാണ് രണ്ടാമത് കയറിയപ്പോഴും ഞാൻ വളരെ ജെന്യുവിനായിട്ട് പോയി, വളരെ ജെന്യുവിനായിട്ട് നിന്നു, തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സ് എനിക്കൊരു റീൽ അയച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇതേപോലെ ഊഞ്ഞാലിലിരുന്നിട്ട് ഇതേപോലെ ഞാൻ ഇനി മസ്താനീനോട് മിണ്ടത്തില്ല, ഞാൻ അവൾ എൻ്റെ മുന്നേ വന്ന് നിൽക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല, വിഷമമൊന്നുമില്ല, അങ്ങനെയൊക്കെ പിണക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുകയും ചെയ്തു അത് ആൾ അങ്ങനെയാണ്. നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ എല്ലാം കട്ടിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആരോടും ഈ ദേഷ്യമില്ല, ഈ ഗെയിമാണ്, ഞാൻ പൊതുവേ ആരോടും ദേഷ്യം വെച്ച് കൊണ്ടുപോകുന്ന ഒരാളല്ല എന്ന്. ശരിക്കും അത് ഭയങ്കര ഒരു നല്ല മനസ്സായിട്ട് എനിക്ക് തോന്നി. അവിടെ ചെന്നിട്ട് എല്ലാവരോടും, ഈവൻ അനുവിൻ്റെ അടുത്തും എല്ലാവരോടും അവസാനം ആയപ്പോഴത്തേക്ക് ഓക്കെ പറഞ്ഞ് ഹഗ് ചെയ്തിട്ടൊക്കെ ഇറങ്ങിയത് നല്ല കാര്യമായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മസ്താനിയും ഞാനുമായിട്ടുള്ളൊരു പ്രശ്നം ഞാൻ അവിടെ ഇല്ലാതെ മസ്താനിയും ഞാനൊരു വിഷയം ഉണ്ടാവാൻ കാരണം തന്നെ മസ്താനി എൻ്റെ ഫാമിലി പറഞ്ഞിട്ടാണ്. ഒരു വൈകുന്നേരം സമയത്ത് രാത്രി സമയത്ത് ഒരു വെസൽ ടീമിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംസാരം വന്നപ്പോൾ മസ്താനി എൻ്റെ ഫാമിലി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മസ്താനി തന്ന് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കേണ്ട ഇട വന്നത്. പിറ്റേ ആഴ്ച ഞാൻ എവിക്റ്റായി പോയപ്പോൾ മസ്താനി അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു. ആക്ഷൻ കാണിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല, ഓൾറെഡി ഞാൻ ഇവിടെ പുറത്തു വന്നതിന് ശേഷമാണ് കണ്ടത്. അപ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടായി. അന്നത്തെ ഒരു ആക്ഷനിലൂടെ എനിക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ടായി. ഒരുപാടധികം ഇൻസൾട്ടിങ് എനിക്ക് സംഭവിച്ചു, എനിക്ക് എൻ്റെ ഫാമിലിക്കൊക്കെ സംഭവിച്ചു. പക്ഷെ ഞാനത് വലിയ ടെൻഷനായിട്ടൊന്നും എടുത്തില്ല, ഞാനത് വിട്ടു, ആ വഴിക്കങ്ങ് വിട്ടു. കാരണം ആളുടെ സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നി, ആളങ്ങനെ ചെയ്തു. ആൾക്ക് ശരിയെന്ന് തോന്നണേലേ ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് എനിക്കറിയാം. എനിക്ക് അതിനുശേഷം ഞാൻ റീ എൻട്രി കയറിയപ്പോൾ മനസ്സുകൊണ്ട് എല്ലാവരും പറഞ്ഞു, എൻ്റെ രേഷ്മയും എല്ലാവരും പറഞ്ഞു, ചേട്ടാ വേറെ ആരുടെ മിണ്ടിയാലും പോകുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു, വേറെ ആരുടെ മിണ്ടിയാലും മസ്താനെടുത്ത് ചേട്ടൻ മിണ്ടരുത്. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ വലിച്ചു കീർക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഞാനാണെങ്കിൽ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കങ്ങ് സങ്കടം വരും പെട്ടെന്ന്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ആരെന്ത് തെറ്റ് ചെയ്താലും എൻ്റെ മുമ്പിൽ വന്നിട്ട് ക്ഷമ പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ കരഞ്ഞ് എനിക്കത് കണ്ടു നിൽക്കാനുള്ള മനസ്സില്ലാത്ത ഒരുത്തനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവിടെ വന്നിട്ട് എല്ലാവരും വന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു, ഒരു ക്ഷമ പറയില്ല, എനിക്ക് അവളെ കാണണ്ട, ഞാൻ എൻ്റെ അത് പറയൂലേ നമ്മൾ. പിന്നെ ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാൻ പറയും. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് അക്ബർ വരുന്നു, കലാഭവൻ സരിക വരുന്നു, ഷാരിക വരുന്നു, എല്ലാം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസുകളും എന്നോട് വന്നിട്ട് പറയുകയാണ്, എടാ നീ ഒന്ന് ആ മസ്താനുമായിട്ടുള്ള പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ചെയ്യണം, സോൾവ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അപ്പോഴും അവളുടെ വിഷമം മാത്രമാണ് വലുത്, ഞാൻ അനുഭവിച്ച് എന്നെ അങ്ങനെ ചെയ്തതിൽ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറയുന്നത് ശരത്തെ അതും തെറ്റാണ്, അതും തെറ്റാണ്. അപ്പം ഞാനെന്ത് വരുന്ന ആലോചിച്ചപ്പം എനിക്ക് തോന്നി എന്നെ ഞാനങ്ങനെ വാശി പിടിച്ച് നടക്കേണ്ട കാര്യം ഇല്ല എനിക്ക്. അവൾക്കൊരു തെറ്റുപറ്റി, ഇപ്പം എൻ്റെ പെങ്ങൾക്കാണ് തെറ്റ് പറ്റിയത്, ഞാൻ ക്ഷമിക്കണ്ടേ? പിന്നെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയത്, ഞാൻ ക്ഷമിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മസ്താനി എടുത്ത് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല, മസ്താനി വിഷമിക്കേണ്ട, കരിയറിൽ ഒരുപാട് നല്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞ എൻ്റെ വാക്കുകൾ അങ്ങനെ തന്നെയാണ്. ഒരുപാട് നാൾ കരിയറിൽ നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. ക്ഷമ കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അത് ഞാൻ കൊടുത്തു, അത് ഇനിയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടെ എത്തിയ ഒരാളാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ മുമ്പിൽ തല കുരിച്ചൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന്. ഒരുപാട് ക്ഷമയുള്ള ഏറ്റവും വലിയ ഒരു നടന് വേണ്ടത് ക്ഷമയാണ്.
എന്ന് മനസ്സിലാക്കുന്ന ആളാണ്. ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത് വളരെ അടുത്ത് വേണമെന്ന് എനിക്ക് തോന്നി. അതങ്ങനെ ചെയ്തു. ഞാൻ രണ്ടാമത് പോകുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയിലുണ്ട്. നീ അവിടെ ഇറങ്ങുമ്പോൾ നിൻ്റെ ദേഷ്യമൊന്നും ദേഷ്യവും വൈരാഗ്യമൊന്നും ആരുടെടുത്തും വെച്ചിരിക്കരുത്. നമ്മളൊരു 100 ദിവസം പോയി ഒരു ഗെയിമിൽ കളിച്ചു, ഒരു മത്സരത്തിന് പോയി മത്സരിച്ചു, തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. നിനക്കതിൽ പരാജയവും വിജയവും എല്ലാം ഉണ്ടാവാം. ഇതുകൊണ്ടൊന്നും ജീവിതം അവസാനിക്കുന്നില്ല. നീ എവിടെ നിന്ന് തുടങ്ങിയാണ് നീ ഒന്ന് ഓർത്തു നോക്ക്. അതുകൊണ്ട് നീ ദേവി ഇത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിനക്ക് ആരോടും ഒരു ശത്രുവും ഉണ്ടാക്കി വെച്ചിട്ടല്ല നീ ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ അമ്മയൊക്കെ പറഞ്ഞതുപോലെ തന്നെ രേഷ്മ മാത്രമാണ് പറഞ്ഞു മിണ്ടിപ്പോകരുത്. കാര്യം അത് അവൾക്കറിയാം, അവൾക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന സഹിക്കാൻ പറ്റില്ല, പിന്നെ ഒരിക്കലും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അമ്മ പറയുമ്പോൾ അത് രണ്ടാമതേ പറയുള്ളൂ. അമ്മ പറയുന്നത് എന്താണ്, ദേഷ്യം വെക്കരുത് മകനെ, മോനാരോടും ദേഷ്യം വെക്കേണ്ട കാര്യമില്ല, നിന്റെ വഴികൾ ഇതല്ല, നിനക്ക് ശത്രുക്കൾ വേണ്ട എന്ന് അമ്മ പറയുന്നു. ഒരു സ്ഥലത്ത് അത് സ്വാഭാവികം, രണ്ട് ഇമോഷൻസ് ആണ്. പക്ഷെ ഇത് എല്ലാത്തിനും അപ്പുറം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ അവിടെ ചെയ്തു. എനിക്കതിൽ 100% സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നതേ, ആ അമ്മയ്ക്ക് പോലും മനസ്സിലായി ഇതൊരു ഗെയിമാണ്, അത് മറ്റുള്ളവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യമാണ്. മേ ബി എനിക്കറിയില്ല. പിന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ഇതൊന്നും തിരിച്ച് ഇപ്പം ഞാനങ്ങനെ പറഞ്ഞു എന്ന് കരുതി അവർക്ക് എന്നോട് ഇഷ്ടവും സ്നേഹവും ആത്മാർത്ഥതയോ ഇത് തിരിച്ച് കാണൂല കേട്ടോ. തിരിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആർക്കും അവിടെ എല്ലാവർക്കും ഗെയിമിൻ്റെയും അവരവരുടെ കരിയർ ബിൽഡ് ചെയ്യുക, അവരുടെ ഇമേജ് മാറ്റുക എന്നത് മാത്രമാണ് ചിന്ത. എന്നെ സംബന്ധിച്ച് ഞാൻ ഇമോഷൻസിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. മനസ്സിലായി. ഞാനല്ലാതെ എൻ്റെ ഇമേജിനല്ല കൊടുക്കുന്നത്. ഇമേജ് മാറ്റാനായിട്ട് അങ്ങനെയല്ല. ഞാൻ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് കൊടുത്തു. ഇപ്പോൾ അനുവായിട്ട് തന്നെ ഞാനും അനുവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെക്കുറിച്ച് വലിയൊരു ആരോപണം അവിടെ ആദ്യം ഉന്നയിച്ചത് അനുമോളാണ്, ഇല്ലേ? എന്നിട്ട് ഞാനും അനുമോളും ഫൈറ്റ് ഉണ്ടാവുകയും അനുമോളോട് ഞാൻ പറയാം, അനു അതൊക്കെ അവിടെ കഴിഞ്ഞു. അനുമോളോട് എത്ര തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലും അനുമോൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് ഞാൻ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. നീ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞാലും അതിൽ ന്യായീകരിക്കാൻ ശ്രമിക്കും കുറേ കാര്യങ്ങൾ. എല്ലായ്പ്പോഴും ആദ്യം തെറ്റ് സമ്മതിക്കണം. അതെ, ഞാൻ ചെയ്ത തെറ്റാണ്. ഒരു തവണ മാത്രമാണ് അനുമോള്, ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനുമോളിൻ്റെ ഫാൻസ് മൊത്തം ഇതിൻ്റെ വീഡിയോ താഴെ തെറിവിളിയായിരിക്കും. സ്വാഭാവികം, എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണത്. പക്ഷേ ഞാൻ പറഞ്ഞത്, ഒരു തവണ മാത്രമാണ് അനുമോളെ വായിൽ നിന്ന് അറിയാതൊരു വാക്ക് വീണു. നീ കാരണം കണ്ടു കാണുമല്ലോ, നീ കാരണം അല്ലേടാ പെൺകൊച്ച് എഡിക്റ്റായി പോയെന്നൊരു വാക്ക് പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് അനുമോൾ വന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ എന്തിനാ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഒരു അനുമോൾ വന്ന് എൻ്റെ കാലിലൊക്കെ വീണിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞു. പക്ഷെ ആ അറിയാതെ സംഭവിച്ചു പോയതാണ്, അതെനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് എന്നുള്ള സാധനം പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ, മറ്റത് മാത്രമാണ് ഏറിപ്പോയെങ്കിൽ വീണ്ടും ഞാൻ മോശക്കാരനായാൻ അവിടെ, ഇല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പം തിരിച്ച് വന്നതിന് ശേഷം, രണ്ടാമത് കയറിയതിന് ശേഷവും എനിക്കാരോടും വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. ഞാൻ വന്ന് കയറി എൻ്റെ അക്ബറിനെ ഹഗ് ചെയ്തു, ഞങ്ങളെ സന്തോഷം പങ്കിട്ടതിന് ശേഷം ആദ്യം ഞാൻ അടുത്തുനിന്ന് അനുമോളടുത്താണ്. അനുമോളെ സുഖമായിട്ടിരിക്കുന്നു. എന്നിട്ട് ഞാനും അനുമോൾ ഒരുപാടധികം തമാശകളും കോമഡികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു വിഷയം ക്ലാരിറ്റി വരുത്തണമെന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നില്ല, അവരോട് സംസാരിച്ച വിൻസിയുടെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് അവിടെ ഒരു സംസാരം ഉണ്ടാവുന്നത്. വൈകുന്നേരം അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നത്, അവിടെ രാത്രി ഒരു സംസാരം ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. അതും പറഞ്ഞ് ക്ലാരിറ്റി വരുത്തി. നമ്മൾ അനുവിനോടും നമ്മൾ പറഞ്ഞു, അനു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളൊക്കെ കാരണം നമ്മൾ അറിയാതെ പോലും പറയുന്ന വാക്കുകൾക്ക് പുറത്ത് അനുഭവിക്കുന്ന അത്രമാത്രമാണ്. അതിൻ്റെ ഒരു ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വിഷമമായിരിക്കും അവിടെ സംഭവിച്ചത്. അല്ലാതെ അനുവിനോടോ മസ്താനിയോടോ അവരോടോ ഇവരോടൊന്നും നമുക്ക് ആർക്കും തന്നെ തിരിച്ച് കയറി, എന്നെ സംബന്ധിച്ച് ആർക്കും വ്യക്തിവൈരാഗ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേട്ടാ, ഈ വൈഫാണെങ്കിലും അതുപോലെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവർക്കും ഇപ്പം മസ്താനി അന്ന് അങ്ങനെ കാണിച്ചത് വിഷമമായിട്ട് അവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മിണ്ടരുത്, കയറിപ്പോയാലും സംസാരിക്കരുതെന്നൊക്കെ. അപ്പോൾ ചേട്ടൻ റീ എൻട്രിക്ക് പോയി അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ് അപ്പോൾ റെസ്പോണ്ട് ചെയ്തത്? അവർ നീ ചെയ്തത് നന്നായി എന്നാണോ പറഞ്ഞത്? അവരെല്ലാവരും പറഞ്ഞു, അതെന്തിനാ നീ അങ്ങനെ ക്ഷമ കൊടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം പക്ഷെ ഞാൻ, ചേട്ടൻ ഇപ്പം എന്താ തോന്നുന്നത്, അങ്ങനെ ക്ഷമിച്ചത് നന്നായി എന്നാണോ? അതോ? തീർച്ചയായും അത് അതിൽ 1% പോലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. അത് വലിയ, അത് കാരണം അവർ ഭയങ്കരമായിട്ട് സന്തോഷപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ?
എല്ലാവരും അവരെ പോലെ ആവണമെന്നില്ലല്ലോ. ഇപ്പം ഞാനൊരാൾ കാരണം ഞാനൊരാൾ കാരണം ഒരാൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അത് നന്നായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണമെന്നുള്ള ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇപ്പം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരും ആണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ അങ്ങനെ ചെയ്തത്, എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് അവരുടെ ഒരു സ്പേസ് പിടിക്കാൻ വേണ്ടി വരുന്നൊരു സ്ത്രീയാണ്. അപ്പം അവർക്ക് കുറേ അധികം ഇമോഷൻസ് ഉണ്ടാവാം. അപ്പം നമ്മളെ പോലെയല്ല. അപ്പോൾ കുറച്ചൊരു നന്മ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. മനസ്സിലായി ചേട്ടാ. പിന്നെ ഇപ്പം നമ്മൾ വിന്നറിനെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ചർച്ച PR ജയിച്ചു അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അനീഷായിരുന്നു ഡിസേർവിങ് എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഇല്ല അനുമോളാണ്, അനുമോളുടെ ഫാമിലി ഓഡിയൻസ് ഒരുപാടുണ്ട്, ഞങ്ങൾ ഓഡിയൻസാണ് അനുമോളുടെ PR. പിന്നെ പല തരത്തിലുള്ള ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ശരിക്കും എന്തായിരുന്നു ഈ ഒരു വിന്നർ ഫെയർ ആയിട്ട് ഫീൽ ചെയ്തോ? ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഗെയിം, അതായത് ടോപ്പ് 5 എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, ഇപ്പോൾ എൻ്റെ സുഹൃത്തായതുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് എൻ്റെ അക്ബർ കപ്പെടുക്കണമെന്നൊരു ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അക്ബറെ സംബന്ധിച്ച് അക്ബർ വേറെ കണ്ണിങ്ങാണ്. അക്ബർ ടാസ്കുകൾ നോക്കിക്കാണുന്ന രീതി, അഭിപ്രായങ്ങൾ പറയുന്ന രീതി, മുഖം നോക്കാതെ അഭിപ്രായങ്ങൾ പറയും, കള്ളം പറയില്ല, ഒരു വ്യക്തിനെയും ഒരു എന്താ പറയുക ഒരു മോശമായ രീതിക്ക് ചിത്രീകരിക്കില്ല. അവൻ തമാശയ്ക്ക് കുറേ പാരഡി പാട്ടുകൾ പാടി എൻജോയ് ചെയ്യുമെന്നതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇപ്പം അവനാണെങ്കിൽ അക്ബറാണെങ്കിലും പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. പക്ഷെ അതിനുശേഷം ടോപ്പ് 5 കഴിഞ്ഞു, 2 പേരായ സമയത്തും എനിക്കറിയാം കപ്പ് അനീഷിനാണ്. മനസ്സിലായി. ഞാൻ പറയുന്നത് ജനപിന്തുണയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ ഓപ്പോസിറ്റ് കണ്ടസ്റ്റന്റുകളുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായി. കാരണം അനീഷ് നല്ല കണ്ണിങ്ങാണ്ട് ഗെയിമറായിരുന്നു. അനീഷിൻ്റെ ടാസ്കുകൾ, അനീഷിൻ്റെ ഇമോഷൻസുകൾ, അനീഷ് സർവൈവൽ ചെയ്ത രീതികൾ, ഇതെല്ലാം മനുഷ്യത്വം, സ്നേഹം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് അനീഷിനായിരുന്നു ആ കപ്പ് കിട്ടേണ്ടത്. ഞാൻ ഒരു നേരം ആഗ്രഹിച്ചു. പക്ഷെ ജനപിന്തുണ നേരെ തിരിച്ചായിരുന്നു. ജനങ്ങളുടെ വോട്ടിംഗ് നേരെ തിരിഞ്ഞു, അനുമോൾക്ക് കിട്ടി. സോ അനുമോൾക്ക് കപ്പ് കിട്ടിയതിലും എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു വിഷമവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഗെയിമിനുള്ളിൽ നിൽക്കുമ്പോൾ അത് കിട്ടാൻ കുറച്ചും കൂടി അർഹൻ എനിക്ക് അനീഷാണെന്ന് എനിക്ക് തോന്നി പോയി. അതാണ്. ഇപ്പോൾ ആളുകൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ചേട്ടനെ എവിക്റ്റ് ആവുന്നതിന് മുമ്പ് അനീഷായിട്ടൊക്കെ വലിയ ഫൈറ്റുകൾ നടന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇപ്പോൾ വന്ന് ഇങ്ങനെ പറയുന്നത് മേ ബി പല ആളുകൾ പല രീതിയിൽ ജഡ്ജ് ചെയ്യും. ഞാനത് രണ്ടാമത് കയറിയപ്പോഴേ ക്ലിയർ ചെയ്ത കാര്യമാണ്. ഞാൻ രണ്ടാമത് കയറിയപ്പോൾ ഞാൻ എൻ്റെ ഒരു മോർണിംഗ് സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ള അനീഷാണ്. എൻ്റെ തുടക്കം മുതൽ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ഫൈറ്റിന് പോയത് അനീഷിൻ്റെ അടുത്താണ്. എൻ്റെ പല സിറ്റുവേഷനുകളിലും ഞാൻ ഡൗൺ ആയിരിക്കുന്ന, എനിക്ക് ഒരുപാട് വിഷമത്തോടിരിക്കുന്ന പല നിമിഷങ്ങളിലും അനീഷ് എന്നെ സമാധാനിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അനീഷ് എൻ്റെ പുറകെ നടന്നിട്ട് അനീഷ് എൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. അനീഷ് എന്നെ കുറിച്ച് ഒരു അപരാധവും പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. അനീഷ് എന്നെ കുറിച്ച് ചെയ്യാത്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് അനീഷിനെ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ പ്രശ്നക്കാരനാണെന്ന് കൂട്ടിക്കോ, ഞാൻ പ്രശ്നക്കാരനായിരിക്കാം. ഞാനൊരു തെറ്റ് കണ്ടാലും ഞാൻ അങ്ങോട്ട് ബഹളം ഉണ്ടാക്കും, സംസാരിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്ത് പോടാ അതൊക്കെ പറയും. അതെല്ലാം പറഞ്ഞാലും എനിക്കറിയാം ഇവരൊക്കെ കറക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. കുറേ ഒരുപക്ഷെ ഞാനും അനീഷുമായിട്ടുണ്ടാക്കിയ വഴക്കുകൾ മാത്രമേ നിങ്ങൾ കണ്ടു കാണുള്ളൂ. ഞാനും അനീഷുമായിട്ട് ഇരുന്ന് സംസാരിച്ച ഒരുപാടധികം സൗഹൃദപരമായിട്ടുള്ള വാക്കുകളുണ്ട്. അനീഷിൻ്റെ നോവലിനെ കുറിച്ചും ഞാൻ എഴുതാനിരിക്കുന്ന എൻ്റെ ഒരു കഥയെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതും ചിലപ്പോൾ എപ്പിസോഡിലോ ലൈവിലോ വന്ന് കാണില്ല, അതായിരിക്കും നിങ്ങൾ കാണാത്തത്. തിരിച്ചു പോയതിനു ശേഷവും എനിക്ക് ഈ പറയുന്ന പോലെ അനീഷിനോട് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് തന്നെയാണ്. അനീഷൻ പുറത്തിറങ്ങി, നിങ്ങൾ കണ്ടില്ല, എല്ലാവരും പുറത്തിറങ്ങി, എല്ലാവരും പുറത്തിറങ്ങിയതിന് ശേഷം അനീഷ് എന്നെ വിളിച്ചു, ശരത്ത് ഒരു മിനിറ്റ് തിരിച്ച് ഞാൻ വീണ്ടും അകത്ത് കയറിയിട്ട് അനീഷിനെ ഹഗ് ചെയ്തിട്ട് ഇറങ്ങിയത്. അത് കണ്ടു കാണുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കാൻ സമയം എടുക്കുമല്ലോ. ചില വ്യക്തികളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചില വ്യക്തികളെ നമുക്ക് സമയമെടുത്ത് മനസ്സിലാവും, അത്രയേ ഉള്ളൂ. ഷാനവാസിക്കയും അതേപോലെ ഫിനാലയിൽ പറയുന്നുണ്ടായിരുന്നു, അവസാനം ഞാനും അനീഷുമാണ് വരുന്നതെന്നാണ് ഞാൻ കരുതിയിരുന്നതെന്ന്. അതും എങ്ങനെ, ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താ പറയാനുള്ളത്? ഫൈനൽ 2 വരാനിരുന്ന ഷാനവാസിക്ക വിചാരിച്ചിരുന്നത് ലാലേട്ടൻ വന്ന് ഷാനവാസിക്കേനെയും അനീഷിനെയും കൂടെ കൊണ്ടുവരും എന്നാണ് കരുതിയിരുന്നതെന്ന്. തെറ്റു പറയാൻ പറ്റില്ലല്ലോ, അവർ ആഗ്രഹിക്കുന്നതിന് തെറ്റു പറയാൻ പറ്റില്ലല്ലോ.
എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ് അവരവരുടെ ലൈഫിൽ സക്സസ്സിലേക്ക് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാനവാസിക്കാണെങ്കിലും അക്ബർ ആണെങ്കിലും നെവിൻ ആണെങ്കിലും അനു ആണെങ്കിലും അനീഷ് ആണെങ്കിലും ആ കപ്പ് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. കാര്യം അവർ 5 പേരും മറ്റു കണ്ടസ്റ്റൻസുകളെ കാട്ടി മികവുറ്റ ആൾക്കാരാണ്. അവർ ടോപ്പ് 5 എത്തിയ ആൾക്കാരാണ്. ഒരുപാട് നമുക്കൊന്നും അത് എത്താൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അവരവിടെ എത്തി നിൽക്കുമ്പോൾ അവർക്ക് എല്ലാവരും കപ്പ് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അതെ. ഈ റീ എൻട്രി കയറി അവിടെ ഹൗസിൽ ഇത്രയും സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ടാണോ ആദില നൂറ ടോപ്പ് 5 എത്താതെ പോയത്? ഏയ് അതൊന്നും അങ്ങനെയൊന്നുമില്ല. റീ എൻട്രി കയറിയിട്ട് നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം വ്യക്തതയോടുകൂടി തന്നെയാണ് സംസാരിച്ചത്. ഒന്നിനും ഒളിവും മറിവൊന്നുമില്ല. കറക്റ്റ് ചെന്ന് മുഖത്ത് നോക്കി സംസാരിച്ചു. മുഖത്ത് നോക്കി സംസാരിച്ചു. മറുപടി കിട്ടിയിട്ടില്ല അവിടെ. വാ അടപ്പിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മറുപടി പറയാൻ ടോപ്പിക്ക് സംസാരിക്കുമോ നിങ്ങള്? ഇനി സംസാരിക്കില്ല. ഇല്ല, ഇനി സംസാരിക്കില്ല. വാ അടപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? വാ അടപ്പിച്ചു. അതിൽ അവർക്ക് അവരെ വോട്ട് കൂട്ടാനോ അല്ലെങ്കിൽ വോട്ട് കുറയ്ക്കാനോ അവരെ നല്ല കുട്ടിയാക്കാനോ മോശക്കാരിയാക്കാനൊന്നുമില്ല. നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ അനുഭവിച്ച വേദനകൾ അല്ലെങ്കിൽ നമ്മളുടെ കുറേ തെറ്റിദ്ധാരണകൾ അത് തിരുത്തുക. അത് ശരിയായ രീതി. അത് ശരി. നമ്മൾ തെറ്റിദ്ധാരണകൾ മാറിയില്ലെങ്കിൽ കൂടി പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. അതിന് എന്ത് സംഭവിച്ചാണെങ്കിലും അത് ഇനി ആയാലും ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബിഗ് ബോസിന്റെ അകമല്ല, പുറത്താണെങ്കിലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. കമന്റുകൾക്ക് മറുപടി കൊടുക്കില്ല. മുഖത്ത് നോക്കി പറയുന്ന കാര്യങ്ങളും പിന്നിൽ നിന്ന് കുത്തണ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, മറുപടി കൊടുക്കും. അതേപോലെ ഈ റീ എൻട്രിക്ക് ശേഷം ഓൾറെഡി ഹൗസിൽ ആ എവിക്റ്റ് ആയതിനു ശേഷം ശൈത്യ കുറേ നെഗറ്റീവ് ആൻഡ് സൈബർ ബുള്ളിങ് അനുഭവിച്ചു. റീ എൻട്രിക്ക് ശേഷം അത് ഇരട്ടിയായി. ശൈത്യ തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് അനുമോള് വിൻ ചെയ്ത സമയത്ത് ശൈത്യ മറ്റേ ഒരു എൻകറേജ് ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ. പക്ഷേ ഈ റീ എൻട്രി സമയത്ത് എനിക്ക് തന്നെ കൺഫ്യൂഷനായി. ഇടയ്ക്ക് പോയി എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്, പിന്നെ ഇവർ മാറുന്നു, പിന്നെ ഒരിക്കലും മിണ്ടില്ല എന്ന് പറയുന്നു, പിന്നെ അനൂപ എണ്ണിക്കെന്ന് പറഞ്ഞ് വിളിക്കുന്നു. എനിക്കും ആ സംസാരം എനിക്കും ശൈത്യക്കെതിരെ കുറേ നെഗറ്റീവ്സ് വരുന്നു, കുറേ ആരോപണങ്ങൾ വരുമ്പോഴും ശൈത്യ ഒരേ സമയത്ത് അനുവായിട്ട് മിണ്ടുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ ഒരു വിഷ്വൽ കാണിച്ചു, നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിഷ്വൽസ് അവിടെ ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ അകത്ത് കാണിച്ചപ്പോൾ ഭയങ്കര ഇമോഷൻസ് ആയി. അവര് നൂറയും അനുവൊക്കെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പൊ നമ്മള് ഭയങ്കര ബോണ്ടിങ് ആയി. ഇനിയിപ്പം വേറെ സംസാരങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. വീണ്ടും അടിയായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും പക്ഷെ അനു വിൻ ചെയ്തപ്പോഴത്തേക്ക് ആദില നൂറ അവരെന്നിട്ട് നിന്ന് കൈയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ശൈത്യ കൈ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാനും ആ അനുമോളുടെ ഹാപ്പിനെസ്സിൽ ഞാനും കൂടെ ചേരുകയാണ് ചെയ്തത്. അല്ലാതെ ഞാൻ ശൈത്യ അവിടെ ശ്രദ്ധിച്ചില്ല ആ സമയത്ത്. പക്ഷെ പിന്നെ ഞാൻ കണ്ടപ്പോഴാണ് ശൈത്യ കൈയടിച്ചില്ലെന്നോ ചിരിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വീഡിയോസ് ഒക്കെ വരുന്നു. ആരെന്തിനാ ഇങ്ങനെ വെറുതെ ആക്രമിക്കുന്ന? ആ കുട്ടി അവളും മത്സരിക്കാൻ വേണ്ടി വന്നു. അവരെ കയ്യിൽ നിന്ന് എന്തൊക്കെയൊക്കെ തെറ്റുകൾ പറ്റി കാണാം, ചിലപ്പോൾ പറ്റാതിരിക്കാം. അതവിടെ കഴിഞ്ഞില്ലേ? വെറുതെ പുറകെ നടന്നിങ്ങനെ അതൊക്കെ ഭയങ്കര വിഷമം തരുന്ന കാര്യങ്ങളാണ്. എന്നാലും എന്തായിരിക്കും ചേട്ടാ എല്ലാവരും ഒന്നാകെ ഇങ്ങനെ ഒരാൾക്കെതിരായിട്ട് വരാനായിട്ടുള്ള? അനുവിനെതിരെ എന്തായിരിക്കും? നമ്മൾ എന്നിട്ടും ആള് വിൻ ചെയ്തല്ലോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും ഒന്നാകെ ഹൗസിൽ കയറിയിട്ട് ഈ റീ എൻട്രി സമയത്ത് നമ്മൾ മറ്റു സീസൺസിലൊക്കെ എല്ലാവരും മറ്റേ ജോളിയായിട്ട് ഇരിക്കുക, കണ്ടസ്റ്റൻസിന് സപ്പോർട്ട് കൊടുക്കുക, അങ്ങനെ കാണുന്നത്. ഇത്രയും നമ്മൾ പുറത്ത് എപ്പിസോഡ്സിൽ കാണാത്ത എന്തോ ചിലതൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നത്. എല്ലാവരും ഒന്നാകെ, അതായത് ഇപ്പൊ ഈ സരിക ചേച്ചിയൊക്കെ ആയിട്ട് എന്താ ഇഷ്യൂ? എനിക്കത് മനസ്സിലായില്ല. അനുമോൾക്ക് നല്ല PR ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അനുമോൾക്ക് നല്ലൊരു ഓഡിയൻസ് ഉണ്ട് കാര്യം നമുക്കറിയാം. നമുക്ക് നല്ലൊരു ഓഡിയൻസ് ഉണ്ട്. കാരണം ഫ്ലവേഴ്സിൽ പോലത്തെ ചാനലിൽ പോയിട്ട് വലിയൊരു ഷോ ചെയ്ത ഒരാളാണ്. അപ്പോൾ അനുമോൾക്ക് അത്യാവശ്യം നല്ലൊരു ഓഡിയൻസും ഉണ്ട്, അത്യാവശ്യം നല്ല PR-ഉം ഉണ്ട്. എങ്കിൽ കൂടി അനുമോള് കാണിക്കുന്ന അല്ലെങ്കിൽ അനുമോള് പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൂടാ എന്നില്ലല്ലോ. അനുമോളെ പേടിക്കേണ്ട കാര്യം നമുക്ക് ആർക്കും ഇല്ലല്ലോ. അനുമോളെ PR-നെ പേടിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. പറഞ്ഞാലും പറയാതെയും നമുക്കതിരെ ഒരുപാടധികം കളികൾ കളിച്ചില്ലേ ഇല്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇനി അവസാനം 3-4 ദിവസമല്ലേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ ഒരു അവസരം കിട്ടില്ലല്ലോ. പറയണമെങ്കിൽ അവിടെ വെച്ച് പറയണം. പറഞ്ഞു കഴിഞ്ഞു ഇറങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ അനുവിന് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് അനുവിൻ്റെ അടുത്ത് മാത്രം എല്ലാവരും പോകുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ട് പല കാര്യങ്ങളും അനുവിനോട് ചോദ്യം ചെയ്യപ്പെടുന്നു? എന്തുകൊണ്ടായിരിക്കാം? ബാക്കി ആരുടെ അടുത്തേക്ക് അത് പോകണില്ല? എന്തുകൊണ്ട് രന ഫാത്തിമ അടുത്ത് അങ്ങനെ ചോദ്യങ്ങൾ വരുന്നില്ല? എന്തുകൊണ്ട് ആദില നൂർ അടുത്ത് അങ്ങനെ ചോദ്യങ്ങൾ വരുന്നില്ല? എന്തുകൊണ്ട് സരിക എടുത്ത് വരുന്നില്ല? എന്തുകൊണ്ട് ശൈത്യ എടുത്ത് വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നില്ല? അപ്പം അനുവിൻ്റെ ഗെയിം അങ്ങനെയായിരുന്നു.
എൻ്റെ ഗെയിം അങ്ങനെയായിരുന്നു, അനു അങ്ങനെ ഗെയിം ചെയ്തു, അതിൽ ടോപ്പിലെത്തി, അത്രേ ഉള്ളൂ. അതിൽ നമുക്ക് അനു അങ്ങനെ ചെയ്തുകൂടാ എന്ന് നമുക്ക് പറയാനും പറ്റില്ലല്ലോ. ഈ PR ഒന്നുകൊണ്ട് മാത്രമാണ് അനു ജയിച്ചതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അനുവും അവൻ്റെ അകത്ത് ഒരുപാടധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോയ പെൺകുട്ടിയാണ്. അതെ, അതുകൊണ്ട് അത് മാത്രം എന്ന് ഞാൻ ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ PR സാധിക്കില്ല. കൊണ്ട് ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റുമോ ശരിക്കും മേ ബി ആയിരിക്കാം, ചിലപ്പോ ഒരു പരിധി വരെ. പക്ഷെ എന്ന് കരുതി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അനുമോളിപ്പം ട്രോഫി കിട്ടിയതിൽ PR-ന്റെ സപ്പോർട്ട് കൂടുതൽ ശതമാനം അതുണ്ട് എന്നതിനപ്പുറം അനുമോൾ അവിടെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അനുമോൾ ഒരുപാട് അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഒരിക്കലും നമുക്ക്. മനസ്സിലായി. ഇപ്പൊ ഇനിയുള്ള സീസൺസിലും ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ബുക്കിംഗ് ആരംഭിച്ചു PR-ന്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയുള്ള സീസൺസിലും മേ ബി പൈസ ഉള്ളവര് PR എടുക്കും, മറ്റ് കണ്ടസ്റ്റൻസ് ഒന്നും അല്ലാതായി പോവുകയും ചെയ്യില്ലേ? ഇത്രയേ ഉള്ളൂ. PR കൊടുത്തോ, PR നല്ല രീതിക്ക് PR കൊടുത്തു. പക്ഷെ PR കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങൾ വരുന്നത് ഒരു ഷോയിലേക്കാണ്. ആ ഷോയിൽ പറയേണ്ട കാര്യങ്ങളും ആ ഷോയിൽ നിൽക്കേണ്ട ഒരു രീതിയുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗംഭീരം. ഇപ്പം തൊട്ട് മുമ്പത്തെ കണ്ടസ്റ്റൻസുകളെ നോക്കിയാൽ മനസ്സിലാവും, അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ വളരെ ക്ലിയറായിട്ട് പറഞ്ഞ് അവർക്കുണ്ടായ തെറ്റുകൾ തിരുത്തി, അവർ കാരണം ഉണ്ടായ മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിന്നറടിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നോക്കിയാൽ മനസ്സിലാവും കഴിഞ്ഞതായിട്ടുള്ള സീസണുകളിലെല്ലാം ഇപ്പോഴും. പക്ഷെ ഇതങ്ങനെയൊന്നും അല്ലല്ലോ. ഇതെല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരുപാടധികം ചോദ്യങ്ങൾ ബാലൻസ് ഉണ്ട്. ഞാനെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞ് തിരുത്തിയതിനപ്പുറത്തേക്ക് ഒരുപാട് കണ്ടസ്റ്റൻസുകൾ ഉള്ളിൽ നിങ്ങൾക്ക് അറിയില്ല, ഒരുപാട് ചോദ്യങ്ങൾ ബാലൻസ് ഇരിപ്പുണ്ട്. ഒരുപാട് വിഷമങ്ങളുണ്ട്. കറക്റ്റ്, ഒരുപാട് വിഷമങ്ങളുണ്ട്. അവരനുഭവിച്ച വിഷമങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കാന്ന് വെച്ചാൽ അനുവിനുള്ള പേടിച്ചിട്ടോ അല്ലെങ്കിൽ അനുവിനെ PR അതിലേക്ക് പേടിച്ചിട്ടോ അല്ല. മതി, നിർത്തി, കഴിഞ്ഞു, അത് കഴിഞ്ഞു. അതിനി ആ ഷോ അവസാനിച്ചു. നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ഗ്രാൻഡ് ഫിനാലേക്ക് അപ്പുറത്തേക്ക് അനു എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിന് സമ്മാനം ട്രോഫി കിട്ടി. അവളുടെ ഹാപ്പിനെസ്സിലേക്ക് പോയി. ഇനി പുറകെ അങ്ങനെ ചോദ്യം ചെയ്യലെയോ ഉത്തരം പറയേണ്ടയോ ഒന്നും കാര്യമില്ല. എല്ലാവർക്കും അവരവരുടെ കരിയറിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നിനും കൊണ്ടല്ല. അപ്പോൾ എന്തായാലും 7ന്റെ പണിയൊക്കെ അവിടെ കഴിഞ്ഞു, വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ കഴിഞ്ഞു. അതിൽ നിന്ന് കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടി. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഏറ്റവും നല്ല സുഹൃത്തുക്കളെ കിട്ടിയത് സത്യം പറഞ്ഞാൽ അക്ബറിക്കയ്ക്കാണെന്ന്. ഒരു ബഞ്ച് ഓഫ് കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടി. ശരിക്കും അപ്പം നമ്മൾ ഈ എപ്പിസോഡിൽ കാണുന്ന ഒന്നും അല്ല റിയാലിറ്റി എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഇത്രയും ആളുടെ കൂടെ നിൽക്കുന്നു. ശരിക്കും ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തി അക്ബറിക്കായിരിക്കുമോ പുറത്ത് ഓഡിയൻസിനിടയിൽ? അല്ല, അങ്ങനെയല്ല. ഇതെന്താ സംഭവിച്ചെന്നൊരു ഞാനും അക്ബറും തമ്മിൽ ഉള്ളൊരു ബോണ്ടിങ് അറിയാതെ സംഭവിച്ച ബോണ്ടിങ്ങാണ്. അപ്പോൾ അതിങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ പോലും അറിയാതെ അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ആയിട്ട് വരുമ്പോൾ ഗ്രൂപ്പിസം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരുപാട് ആരോപണങ്ങൾ അങ്ങനെ അവൻ്റെ അകത്തുണ്ടായി. അത് പൊളിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. അത് എന്നെയും അക്ബറിനെയും തെറ്റിക്കാനായിട്ട്, ഗെയിമിൻ്റെ ഭാഗമായിട്ട്, അല്ല വ്യക്തിപരമായിട്ടില്ല, ഗെയിമിൻ്റെ ഭാഗമായിട്ട്. അത് സാധിച്ചില്ല എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ശക്തി കൂടി, അതിൻ്റെ ഇമോഷൻസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് അക്ബർ. അതെ, അതുപോലെ ലാലേട്ടനാണെങ്കിലും സ്റ്റേജിൽ വെച്ചിട്ട് മറ്റേ കാര്യം വീണ്ടും പറഞ്ഞല്ലോ, ആദില നൂറാടെ അടുത്ത് ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, വിളിക്കാം, അങ്ങനെയൊക്കെ. ശരിക്കും അയ്യോ അതൊക്കെ ഈ ഒരു അവര് നല്ല ഗെയിമർ എന്നതിനപ്പുറത്തേക്ക് എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അവർ എൻ്റെ 2 മക്കളെ പോലെയാണ് കാണുന്നത്. ഇന്നലെ കൂടി ഫോണിൽ വിളിച്ചേ ഉള്ളൂ, വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ. നല്ല പിള്ളേരാണ്. അവർക്ക് ഒരുപാട് നല്ല 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 ഭാവികൾ ഉണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല ഒരു സക്സസ്സിലേക്ക് അവർക്ക് എത്താൻ സാധിക്കട്ടെ. അതാണ് ആദില നൂറയെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പം അക്ബറാണെങ്കിലും എനിക്ക് അക്ബറിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അക്ബർ എന്ന സിംഗറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഒരുപാട് നല്ല വർക്കുകൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവനും ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ കാണാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അതുപോലെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് നമ്മൾ കണ്ടിട്ടില്ല നിവിനെ പോലെ. നിവിൻ ഭയങ്കര അടിപൊളി. എനിക്കൊന്നും
നിവിനോട് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഞാൻ ഈ പറഞ്ഞ എവിക്ഷൻ സമയത്തൊക്കെ ഞാൻ നിവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ അപ്പുറത്ത് 2 തവണ എന്തോ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ശേഷം എനിക്കൊക്കെ നിവിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, ആ വീട്ടിൽ എല്ലാവർക്കും നിവിനോട് പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലുണ്ട്. അവന് അടിപൊളിയാണ്. അവൻ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു പയ്യനാണ്. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവനും അവൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ ഇതാ ടോപ്പ് 5 ഇറങ്ങിയപ്പം ഭയങ്കര ഹാപ്പിയിലാണ്. തുള്ളിച്ചാടി നടക്കുകയാണ് എവിടെയൊക്കെ. ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ വെച്ചിട്ട് മനുഷ്യ ഞാൻ ബിസിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തിരക്കിൽ നടക്കുകയാണ്. കേൾക്കുമ്പോൾ വലിയ സന്തോഷം. ഞാൻ വീട്ടിലേക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് വീട്ടിലെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒനിയിലൊക്കെ വന്നിട്ട് പോയി. ഇനി എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ഒനിയിലായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോർട്ട് ചെയ്തല്ലോ. ഒനിയിലും അഭിലാഷൊക്കെ നല്ല, എൻ്റെ അഭിലാഷും ഒനിയിലൊക്കെ ഇട്ടൊക്കെ ഞങ്ങൾ ബോയ്സ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഞാൻ അനീഷിൻ്റെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, അനീഷിനൊന്ന് വിളിക്കണം, അനീഷിന് നേരിട്ടൊന്ന് കാണണം. അതുപോലെ ഷാനവാസൊക്കെ ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഷാനവാസൊക്കെ വയ്യാണ്ടൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് ഒരുപാട് മിങ്കിൾ ചെയ്യാൻ പറ്റിയില്ല, വീട്ടിലൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്തിട്ട് എല്ലാവരെയും വിളിക്കാം, സംസാരിക്കാം. എപ്പിസോഡ്സ് കാണുന്നതിന് മുമ്പ് വിളിക്കാം. ചേട്ടാ, ഇത് പറയുന്നതിന് മുമ്പ്, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് 1-2 കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ ശാരിക ചേച്ചി ഇല്ലേ, ശാരിക ചേച്ചിയുടെ ഒരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നു. 100 ദിവസത്തേക്ക് കൊണ്ടുവന്ന ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേച്ചി അവർ കണ്ടിന്യൂറ്റി പോകും കേട്ടോ, അവർക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. തനിക്ക് അറിഞ്ഞൂടോ, തനിക്കറിഞ്ഞൂടെ ഞാൻ കഷ്ടപ്പെട്ട്, എനിക്ക് എൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്കറിയാമോ, ഞാൻ എത്ര ജോലി ഡ്രസ്സ് ഉണ്ടെന്ന് അറിയാമോ. അന്ന് എനിക്ക് ഒന്നും പോലും ഇടാൻ പറ്റില്ല. റീ എൻട്രിക്കാണ് നിങ്ങൾ ഉടുപ്പിട്ട് തകർത്തത്. അത് രാവിലെ 10 മണിക്ക് അടിച്ച ഡ്രസ്സ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ഡ്രസ്സ്, ഇങ്ങനെ മാറി 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 മാറിക്കൊണ്ടിരിക്കും. ഏതോ ഒരു വലിയ ഫൈറ്റിനിടയ്ക്ക് പുള്ളിക്കാരത്തി ഇങ്ങനെ ഡ്രസ്സ് മാറി വന്നപ്പോഴത്തേക്ക് എല്ലാവരും ചിരിച്ചു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ചിരിയാ സത്യം പറഞ്ഞു. ആരും വരും പാവാ. ഞങ്ങൾക്ക് രേണുസുതി ഉണ്ടായിരുന്നു. രേണുസുതി ഭയങ്കര രസം. രേണുസുതി പാട്ടൊക്കെ, വസീകര പാട്ടൊക്കെ പറയുന്നുണ്ട്. അനുമോള് കപ്പ് നോക്കി, രേണുസുതി വസീകര നോക്കി. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഈ പറയുന്ന പോലെ എല്ലാവരും തിരക്കുകളായി, എല്ലാവരും ഓരോരോ ലൈഫിൽ സെറ്റ് ആവട്ടെ. രേണു ചേച്ചിയൊക്കെ വേറെ ലുക്കായി. അതെ 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 അതെ. അതുപോലെ റീ എൻട്രി സമയത്ത് അവരുടെ ഒരു റാം വോക്ക് പോലെ റെഡ് കാർപ്പറ്റിൽ കൂടെ നടന്നു വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇത് വെച്ചിട്ടാണല്ലോ പോയെ, മാസ്ക് എന്നെ എങ്ങനെയാണോ ഇറക്കി അതുപോലെ തന്നെ തിരിച്ച് മാസായിട്ട് എന്നെ കയറ്റി. അതെ അതെ അതെ, വലിയ സന്തോഷം. അവരുടെ ഒരു റാം വോക്കിൽ രേണു ചേച്ചിയൊക്കെ ഇങ്ങനെ നടന്നു. അത് മൊത്തം കോമഡി ആയിരുന്നു. ഇത്തവണ നമ്മൾ വഴക്ക് മാത്രമല്ല കേട്ടോ, എൻട്രിക്ക് കുറേ തമാശകളുണ്ടായി, കുറേ നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ടായി. ഞാൻ ഇടയ്ക്ക് ആലോചിച്ചൊരു കാര്യം, നമ്മൾ കട്ട്സുകൾ കാണിച്ചു ഞങ്ങൾക്ക്, ഞങ്ങൾ ഉണ്ടാക്കിയ വഴക്കുകളുടെ, ഞങ്ങളെ ബന്ധങ്ങൾ, ഞങ്ങളുടെ ഇമോഷൻസ്. അത് കാണുമ്പോൾ ഇനി ആ നിമിഷത്തിലേക്ക് പോകാൻ സാധിക്കില്ല, ഇല്ലേ? വേറൊരാൾക്ക് ആ നിമിഷം റീക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഓർമ്മയിൽ അല്ലെങ്കിൽ ആ മൊമെന്റ്സിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. അതിന് എന്ത് തന്നെ ആയാലും, അതിപ്പം വഴക്കാണെങ്കിലോ അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു ഞാൻ. ഇങ്ങനെ കുറെ കൂട്ടുകാരെ കിട്ടി, ഇങ്ങനെ നിമിഷങ്ങളിൽ പങ്കുചേരാൻ പറ്റി. അതുപോലെ വേറെ വന്നൊരു കമന്റാണ് നമ്മുടെ മുൻഷി രഞ്ജിത്തേട്ടനല്ലേ, രഞ്ജിത്തേട്ടനൊക്കെ എല്ലാവരും കമന്റ്, ചേട്ടൻ്റെ വിചാരം ഡയറക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫിനാലെ. രഞ്ജിത്തേട്ടൻ അത് എനിക്കറിയില്ല, രഞ്ജിത്തേട്ടൻ സീനിയർ ആയിട്ട് നിൽക്കുന്ന ഒരാളല്ലേ. രഞ്ജിത്തേട്ടൻ അത് റെനയുടെ അടുത്തൊക്കെ ദേഷ്യപ്പെട്ടു, റെനയുടെ ദേഷ്യപ്പെട്ടു. പുള്ളിക്കാരൻ അത് സാരിയൊക്കെ കൊടുത്തു. ചോദിച്ചു ചേട്ടാ എന്താ ഉദ്ദേശിക്കണേ, ഇപ്പം കാണിച്ചു തരാണ്. അതും കാണിച്ചില്ലല്ലോ, കാണിച്ചു തരാന്ന്. പാവം, അത് കഴിഞ്ഞു. സരിക ചേച്ചിയും പാവം, സരിക ചേച്ചിയും വന്നിട്ട് സരിക ചേച്ചിയും വെറുതെ ഇരുന്നില്ല, പുള്ളിക്കാരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട്. സരിക ചേച്ചിയൊക്കെ നേരത്തേക്കാളും കൂടുതൽ റീ എൻട്രിക്ക് വന്ന് സംസാരിച്ചു. അതെ, അങ്ങനെ. ഈ രഞ്ജിത്തേട്ടന് ശരിക്കും പറഞ്ഞാൽ വിഷമമായോ അവസാനത്തെ ആ വീഡിയോസ് കാണിച്ചപ്പോൾ? ചേട്ടൻ്റെ പോർഷൻസ് കുറവായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പുള്ളി ചേട്ടൻ അതല്ലെങ്കിലും വിഷമമായി, ചേട്ടനും വിഷമമായി എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം നമുക്ക് ഒരാൾക്കാരെ മുഖം നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒന്നാമത്തെ നമ്മളെ കുറച്ചധികം എക്സ്പീരിയൻസ് ഉള്ള കൂടെ ആളായതുകൊണ്ട് തന്നെ നമുക്കതൊരു ചെറിയൊരു വിഷമം. പോർഷൻസ് വരാഞ്ഞതുകൊണ്ട്. സരിക ചേച്ചിക്കും ഉണ്ട് കേട്ടോ, സരിക ചേച്ചിക്ക് വേറെ ഒന്നുമില്ല. സരിക ചേച്ചിക്ക് വന്നത് അവരുടെ കലയെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ പല പല അവസരങ്ങൾ അവർക്കും നഷ്ടപ്പെട്ടു അവിടെ, മനസ്സിലായി. പക്ഷെ കുഴപ്പമില്ല, സ്റ്റേജ് ഷോസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നു. എന്നെ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയും ഇവിടെ കുറച്ച് ഷോകൾ വന്നിട്ടുണ്ട്, ഹാപ്പിയാണ്, നിന്റെ സിനിമകൾ വരുമ്പോൾ അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. അതുപോലെ ചേട്ടാ, നമ്മുടെ ആദില നൂറ എയർപോർട്ടിൽ വന്ന സമയത്ത് എത്ര ആളായിരുന്നു അല്ലേ, ഒരിങ്ങനെ ഒരു
എല്ലാവരും കൂടെ പൊതിയുമായിരുന്നു. ദിയാസനയൊക്കെ ഇങ്ങനെ ഫ്രണ്ട് ഇത് മാറ് എല്ലാവരും ഓടിച്ചു വിട്ട് ശരിക്കും ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ടോപ്പ് 5 ഇറങ്ങിയ എല്ലാവർക്കും ഇപ്പം അക്ബറിനൊക്കെ ഭയങ്കര സ്വീകരണം കിട്ടി. ഷാനവാസിനാണെങ്കിലും മനീഷിനാണെങ്കിലും ആദിലാനും എല്ലാവർക്കും ജനങ്ങൾ എല്ലാവരെയും ഏറ്റെടുത്തു കഴിഞ്ഞു. അതെ, അക്ബർക്കയുടെ ഇത് വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ട്രോള് വന്നത് അക്ബർക്കയുടെ വൈഫ് മറ്റേ ബൗൺസേഴ്സ് ആയിട്ട് വന്നതാ. നമ്മുടെ ആടിനകത്തില് സാന്ദ്ര തോമസ് വരുന്ന പോർഷനൊക്കെ വെച്ചിട്ട് വെറുതെ ഇരിക്കും. പറയില്ല, പാവപ്പെട്ട അവരൊന്ന് ആലോചിക്കുകയെ അവരെ ഹസ്ബൻഡിനെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഹസ്ബൻഡ് അകത്ത് നിൽക്കുമ്പോൾ ഒരുപാടധികം അവർ ഇവിടെ സ്ട്രഗിൾ ചെയ്തു. സ്ത്രീ അവരൊരുപാടധികം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ സക്സസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അവിടെ കണ്ടത്. അല്ലാതെ ഒരു തരത്തിൽ പോലും ഒരു ശതമാനത്തിൽ പോലും അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള അഹങ്കാരമോ ജാടയോ അങ്ങനെ ഒന്നും ഇല്ലാത്ത വളരെ ശുദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതങ്ങനെ സംഭവിച്ചു. അതിനു വേണ്ടി അത് അങ്ങനെ തമാശയായിട്ട് എടുത്താൽ മാത്രം മതി. അതെ, കുറേ തമാശകളും ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് തന്നെ ഈ ഒരു 3 മാസത്തിനുള്ളിൽ നടന്നല്ലേ, 3-3.5 മാസത്തിനുള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചു. വലിയൊരു മഴ വന്ന് അവസാനിച്ചൊരു ഫീൽ ഉണ്ട് സത്യം പറയും. ഇപ്പൊ ആ വീട് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ വീടിന്റെ അടുക്കളയും ആ വീടിന്റെ ബെഡ്റൂമും ഒക്കെ എന്താണോ ശരിക്കും നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ. ആ വീട് നിങ്ങൾ ശരിക്കും അവസാനമായിട്ട് റീ എൻട്രി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കേ വല്ലാത്തൊരു ഇമോഷൻ ആയിരിക്കും അല്ലേ? സത്യം. ഇനി ഒരു കൺഫെഷൻ റൂമിലോ അല്ലെങ്കിൽ അവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല, ആ സോഫയിൽ ഇരിക്കാൻ പറ്റില്ല, പിന്നീടൊന്നും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം, ആ റൂമിൽ കിടന്നുറങ്ങാൻ സാധിക്കില്ല. ഞാൻ അതൊക്കെ ഇച്ചിരി ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ ഓർമ്മകൾ എപ്പോഴും എനിക്ക് വിലപ്പെട്ടതാണ്. അങ്ങനെ വിശ്വസിക്കുന്ന എന്തെങ്കിലും അവിടുന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നോ? ഒന്നും എടുക്കാൻ സാധിക്കില്ല. അവിടെ ആകപ്പാടെ ഉള്ളത് എൻ്റെ കയ്യിൽ തന്നെ ആ ബോട്ടിൽ മാത്രമേ ഉള്ളൂ. ബിഗ് ബോസിന്റെ ഒരു ബോട്ടിൽ മാത്രം, വേറെ ഒരു പ്രോപ്പർട്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്തിനാ എടുക്കണേ? ഇനി ഒരു 100 കൊല്ലത്തേക്കുള്ള ഓർമ്മകളും കൊണ്ടല്ലേ പുറത്തിറങ്ങി. 100 ദിവസമാണ് നിന്നെങ്കിൽ ഇനി ഒരുപാട് വർഷത്തേക്ക് നമുക്ക് പറഞ്ഞ് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് ഓർമ്മകളും കൊണ്ടാണ് എൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതെ. അപ്പൊ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. അതെ, ബിഗ് ബോസ് സീസൺ 7 റിലേറ്റഡ് ലാസ്റ്റ് ഇന്റർവ്യൂ. അതെ, ഒത്തിരി സന്തോഷം. ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് ഒരു ജീവിതത്തിൽ കുറേ അധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലൊരു മികച്ച അനുഭവമായിട്ട് കൂട്ടുന്നു ഈ 100 ദിവസം. എന്തോ മികച്ച അയ്യോ അടിപൊളി. ഒരുപാട് പറയുന്ന പോലെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട് ജീവിതത്തിൽ. അപ്പൊ അതിൽ നല്ലൊരു ഓർമ്മയായിട്ട് നിൽക്കട്ടെ 100 ദിവസം. അത് കഴിഞ്ഞു. ഇനി അടുത്ത കുറെ നല്ല നിമിഷങ്ങൾ ലൈഫിൽ ഉണ്ടാവട്ടെ. പുതിയൊരു സിനിമ ഇറങ്ങാൻ പോകുന്നു അടുത്ത മാസം. അനന്തൻ കാട് എന്ന് പറയുന്ന സിനിമ അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു. പുതിയ നല്ല സിനിമകളുടെ കഥകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ സിനിമയുമായിട്ട് ഞാൻ പഴയതുപോലെ തന്നെ ബാക്ക് ടു ട്രാക്കിലേക്ക് കയറി ഞാൻ പോകും. ബിഗ് ബോസിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. നമുക്ക് അടുത്ത സിനിമ റിലേറ്റഡ് ഇന്റർവ്യൂ ആയിട്ട് വരാം. ബിഗ് ബോസിന്റെ ചർച്ചകൾക്കൊന്നും ഇനി അധികം വലിയ രീതിയിൽ ഞാൻ പോയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. വേറെ സന്തോഷമായിട്ടിരിക്കുന്നു, ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഈ സീസൺ 7 ഇറങ്ങിയ കണ്ടസ്റ്റൻസുകളോടും കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എല്ലാവരും പലതരത്തിലുള്ള ഇമോഷൻസുകളിലായിരിക്കും ഇപ്പോൾ. സോ അതൊക്കെ കളഞ്ഞിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിലുള്ള സക്സസ്സിന് വേണ്ടി പുറകെ പോവുക. നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ നമ്മളെ കൈ പിടിച്ച് കയറി ചിലപ്പോൾ ഒരു നിമിഷം പോലും ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം സക്സസ്സിലെത്തി നിൽക്കുന്നവരോട് പറയാനുള്ളത്, ഒരു സക്സസ് വരുമ്പോൾ 100 പേര് കാണും. ഒറ്റ നിമിഷം മതി ഇതെല്ലാം പോകാനായിട്ട്. അത് ഫോക്കസ് ചെയ്യുക, വന്ന വഴി മറക്കാതിരിക്കുക, സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. താങ്ക് യു. എനിക്ക് പ്രേക്ഷകരോട് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രേക്ഷകരോട് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ശരത്ത് എന്നൊരു പേരിൽ നിന്ന് അപ്പാന ശരത്തിലേക്ക് വിളിച്ചതെല്ലാം എൻ്റെ പ്രേക്ഷകരാണ്. അതേ പ്രേക്ഷകർ തന്നെയാണ് ഇന്ന് ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതും തെറി വിളിക്കുന്നതും. പക്ഷെ അത് മാറാനും എനിക്ക് കുറച്ച് നിമിഷം മതി. ഞാൻ അത് മാറ്റാനായിട്ട് ആ തെറിവിളികൾ മാറ്റാനോ എനിക്കെതിരെ ആരോപണങ്ങൾ മാറ്റാനോ ആയിട്ടോ ഞാൻ ക്രിയേറ്റീവായിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ നാച്ചുറലി അത് സംഭവിക്കട്ടെ. അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.